ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ പിള്ളേരുടെയൊക്കെ വായിൽ വെള്ളം മുറുന്ന ഒരു റെസിപ്പി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായിട്ട് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഒരു പിഞ്ച് സാൾട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊരു ബീട്രൂട്ടാണ്. ഇത് നമുക്കൊന്ന് മിക്സിയിൽ കറക്കിയ ശേഷം അതിൻ്റെ ജ്യൂസ് വേർതിരിച്ചെടുക്കാം കേട്ടോ. ഇത് ഈ മൈദയിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പിൻ്റെ അത്ര വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു ദോശമാവിൻ്റെ ബാറ്ററിനേക്കാളും കട്ടിയിൽ വേണം നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. എന്നാലേ ഇത് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ലെവലിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ഇത് നമുക്കിനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ മാവിൽ ഈ പഞ്ചസാര കൂടി ചേരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവും. പിന്നെ ഞാൻ 2 പഴുത്ത വാഴപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വട്ടനെ കഷ്ണങ്ങളാക്കിയിട്ടാണ് അരിഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ചെറുതായിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ പിള്ളേർക്ക് കഴിക്കാനായിട്ട് നല്ല എളുപ്പമായിരിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ കളർ കണ്ടാൽ തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും. കണ്ടോ, ഇതുപോലെ കുറച്ച് നല്ല തിന്നല്ല എന്നാൽ തിക്കും അല്ലാത്ത പോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പഴം എടുക്കുമ്പോൾ നന്നായി പഴുത്ത പഴം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഇപ്പം ദേ നമ്മുടെ മാവ് കറക്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ എന്താ പറയുക, സോഡാപ്പൊടി അപ്പക്കാരോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതൊന്ന് കലക്കിയിട്ട് ഒരു 5-10 മിനിറ്റ് നേരം വെറുതെ ഒന്ന് വെച്ചാൽ മതി. അപ്പം തന്നെ ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പം ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് നല്ല വീർത്ത് വരുന്നതായിരിക്കും. ഇപ്പം ഇത് ചൂടായ പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ മാവിൽ ഈ വട്ടനെ അരിഞ്ഞിട്ടുള്ള ഈ പഴം മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. പഴംപൊരി ഉണ്ടാക്കുമ്പോൾ നീളനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണി കഴിയും. പക്ഷേ ഇത് ചെറുതായിട്ടായതുകൊണ്ട് കുറച്ച് നേരം പിടിക്കും കേട്ടോ. ഇപ്പോൾ ഇത് 2-3 മിനിറ്റ് നേരം ഇങ്ങനെ കിടന്ന് ഫ്രൈ ആയപ്പോൾ ഒരു വശം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിന് 2 വശം ഇങ്ങനെ 2-3 മിനിറ്റ് നേരം ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എല്ലാവർക്കും അറിയാം, പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത് അറിയത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ 2-3 മിനിറ്റ് നേരം മൊരിഞ്ഞ് കിട്ടണമെന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് എല്ലാ പഴംപൊരികളും നല്ല ഭംഗിയിൽ നല്ല പിങ്ക് പഴംപൊരികളായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അരിപ്പക്കയിലേക്ക് ഇത് ഓരോന്നായിട്ട് എടുത്തു മാറ്റാം കേട്ടോ. കണ്ടോ, എല്ലാം ഇപ്പം നമ്മളിത് എടുത്തു മാറ്റിയിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയിലേ കാണാനായിട്ട്. നല്ല പിങ്ക് ബട്ടൺ പഴംപൊരി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് സ്കൂളൊക്കെ വിട്ടു വരുമ്പോൾ ഉണ്ടാക്കാൻ കൊടുക്കണ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ മോൾ ഇത് കണ്ടപ്പോൾ അമ്മയെ നല്ല ഭംഗിയുണ്ടല്ലോ, നല്ല റോസാപ്പൂവിൻ്റെ പോലെ ഇരിക്കുന്നു എന്നാണ് പറഞ്ഞത്. പിള്ളേർക്ക് ഈ കളർ തന്നെ കാണുമ്പോൾ നല്ല ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കും. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.